എങ്ങോട്ടാണ് ഈ സമുദായം പോകുന്നതെന്ന് ഒരാൾക്ക് പോലും തിരിയുന്നില്ലടോ. അതാ അടിച്ചുവിട്ട പട്ടം പോലെ ഇന്ന് ഈ സമുദായത്തിന്റെ യുവതലമുറ പറക്കുകയാണ്. എങ്ങോട്ടാണെന്നറിയില്ല, ഇവരാരാണ് നന്നാക്കുന്നതെന്നറിയില്ല. അതുകൊണ്ട് അടിച്ചുവിട്ട പട്ടം പോലെ പറന്നു നടക്കുന്ന യുവത്വമേ, ഇന്ന് കഥാ മയക്കുമരുന്നിന്റെ ഭാഗത്താണ് ഒരു വിഭാഗം. ചിലര് രാഷ്ട്രീയപരമായി പോവുകയാണ്, മറ്റുള്ള ചില സംഗീതത്തിന്റെ നടുവിലാണ്. പടച്ചവനെ എന്താണ് ഈ ഉമ്മത്ത് ചെയ്യുന്നതെന്നറിയില്ല, ആരെയാണ് അവർ പിൻപറ്റുന്നതെന്നറിയില്ല. സിനിമാ ലോകങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു വിഭാഗം, സംഗീത ലോകത്തേക്ക് കടന്നു പോകുന്ന മറുവിഭാഗം, പടച്ചവനെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കുമായി കഴിയുന്ന ഒരു വിഭാഗം, ഗെയിം കളിയുമായി പോകുന്ന ഒരു വിഭാഗം, പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള വഴി തേടി നടക്കുന്ന മറ്റൊരു വിഭാഗം. എന്റെ പ്രിയപ്പെട്ടവര്, ഈ അവസ്ഥയിൽ ജീവിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ ഖുർആൻ ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധമായ ഖുർആൻ അടിച്ചുവിട്ട പട്ടം പോലെ പറന്ന് നടക്കുന്ന മുസ്ലിമേ, ആ ഖുർആനിന് നിന്നോട് ചിലത് പറയാനുണ്ട് ചെറുപ്പക്കാരാ. നിനക്ക് മാർഗദർശനമായല്ലേ അല്ലാഹു ഖുർആൻ ഇറക്കിയത്. ആ ഖുർആനിന് നിന്നോട് ചിലത് പറയാനുണ്ട് ചെറുപ്പക്കാരാ. വഅദ് കേൾക്കാമെന്ന പെങ്ങള്, അല്ലാഹുവിന് ചിലത് പറയാനുണ്ട് മോള്. ആ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നത് എന്താണെന്ന് ഒരു 5 മിനിറ്റ് നിനക്കൊന്ന് കേൾക്കാൻ പറ്റുമോ? അല്ലാഹുവിന് പറയാനുള്ളത് കേൾക്ക്, പഠിക്കുക ചെറുപ്പക്കാരാ. ആ പരിശുദ്ധമായ ഖുർആൻ, അതിന് നമ്മളോട് ചില കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ആ പറയുന്നത് എന്താണെന്നൊന്ന് കേൾക്കാൻ തയ്യാറാകണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന് നമ്മളോട് ചില ഉപദേശങ്ങൾ പറയാനുണ്ട്. അത് എന്താണെന്ന് കേട്ടാ പടച്ചവനെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരികയാ. അല്ലാഹുവേ, ആ ഖുർആനിലേക്ക് മടങ്ങാ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ, ഖുർആൻ പറയുന്ന രീതിയിൽ ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ.